ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും എങ്ങനെയാണ് ഇരിക്കുന്നത്? സുഖമാണോ എല്ലാവർക്കും? ഞാനിവിടെ ഉണ്ടല്ലോ, സിക്കായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ 3rd day ആണ് സിക്കായിട്ട്. ബട്ട് ഐ എം ഫൈൻ. ടുഡേ ഐ എം ടോട്ടലി ഫൈൻ ആണ്. ഒരു ഫസ്റ്റ് ഡേ ഭയങ്കര സിക്കായിരുന്നു. സെക്കൻഡ് ഡേ ഐ വാസ് ബിറ്റ് ഓക്കെ. 3rd day സോ ഓൾറൈറ്റ്. അപ്പോൾ ഇന്ന് നമുക്ക് ഗസ്റ്റ് ഉണ്ട് വീട്ടിൽ. ഓൾറെഡി പ്ലാൻ ചെയ്ത ഗസ്റ്റാണ്. ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറുതായപ്പം ലൈക്ക് ഫാമിലി. ഞങ്ങളുടെ ഒരു വലിയ ചേട്ടനും ചേച്ചിയെന്നും പറയാം നമുക്ക്. പിന്നെ ഞങ്ങളുടെ കുട്ടീസും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ഇന്ന് കുറഞ്ഞൊരു അധികം വലിയ ആർഭാടമൊന്നുമില്ല, ചെറിയൊരു ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യണം. പിന്നെ വീടൊക്കെ ഒന്ന് ഒതുക്കണം. കാരണം ഒരാൾ വരുമ്പോൾ നമുക്ക് വീട് ഒതുക്കി വയ്ക്കണമല്ലോ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് എൻ്റെ ഹസ്ബൻഡിനും ജോലിയുണ്ട്. അപ്പോൾ ആൾ ജോലിക്ക് പോയിക്കാണ്. ആൾ ഈവനിങ് മീൻസ് 8 മണിയാകും വരുമ്പോൾ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ലിറ്ററലി. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്കെല്ലാം ചെയ്യണം. സോ ലെറ്റ്സ് ഡു ഇറ്റ് ഗൈസ്. ഞാൻ എഴുന്നേറ്റ് ഞാൻ ആദ്യം ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ വർഷങ്ങളായിട്ട് ഇപ്പം എൻ്റെ ഒരു റൂട്ടീനാണ് എൻ്റെ ടാബ്ലറ്റ്. അപ്പോൾ എൻ്റെ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് നമുക്ക് ആദ്യം തന്നെ എടുക്കണം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ 1 മണിക്കൂർ മുമ്പ് കഴിക്കണമെന്നാണ് ഡോക്ടേഴ്സ് പറയണത്. ഞാനത് അപൂർവമാണ് അങ്ങനത്തെ ഒരു റൂട്ടീൻ ഫോളോ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ നമ്മളിത് കഴിച്ചു. ഞാനൊരു 1 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് വയ്ക്കാറുണ്ട് യൂഷ്വലി. ഇനി നമുക്ക് പല്ലൊക്കെ തേച്ചിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് കാണാം. തേച്ചും മുടിയൊക്കെ കെട്ടി നമുക്കിനി വിൻഡോസൊക്കെ ഒന്ന് തുറന്നിടാം. സമ്മറാണല്ലോ. സോ സൺലൈറ്റ് സമ്മർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നന്നായി എയർ പാസ് ചെയ്യുന്നത് നല്ലതായിരിക്കും വീടിൻ്റെ ഉള്ളിൽ. ആക്ച്വലി ഞങ്ങൾ സ്റ്റുഡിയോയിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ സ്റ്റുഡിയോയിലായതുകൊണ്ട് തന്നെ ഭയങ്കര കൺജസ്റ്റഡാണ്. നമ്മുടെ ക്ലോത്ത്സ് നമ്മൾ നോക്കാതെ ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ തുറന്നിടാം. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഒരു ചെറിയൊരു പ്രയർ സ്പേസ്. കണ്ടില്ലേ? വേളാങ്കണ്ണി മാതാവും ഇവിടെ മാതാവും കൃഷ്ണനും സ്വാമി എല്ലാവരും കൂടി ഇരുന്ന് ചില്ലടിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഒരു ബുദ്ധപ്പാപ്പനും ഉണ്ട് കേട്ടോ ഇവിടെ. ബുദ്ധപ്പാപ്പന് സൺലൈറ്റ് വന്നാലാണ് ആൾ ആക്റ്റീവ് ആവുള്ളൂ. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് എണീറ്റ് വരുന്നുള്ളൂ ആൾ. ആയതുകൊണ്ട് നമുക്കിത് എല്ലാതും തുറന്നിടാം കേട്ടോ. പോയിട്ട് തന്നെ ദോശയും ഇന്നലത്തെ ബാക്കിയുള്ള കുറച്ച് ചമ്മന്തി ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് എടുത്തിട്ട് ദോശയും ചമ്മന്തിയും പ്ലസ് നമ്മുടെ ഒരു അടിപൊളി കോഫിയും റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഈ കോഫിനെ ഒന്ന് ചതിച്ചു ഗൈസ്. പാലിന് തിളച്ചിപ്പോയി. എന്തോരം പാല് ഞാൻ കുടിക്കാമെന്ന് അറിയാം. ഒരു നന്ദിയില്ലാത്ത പാലാണിത്. എന്നും തിളച്ച് പോവും എൻ്റെ ഓവനിൽ. ഇനി അത് വൃത്തിയാക്കണം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആക്ച്വലി എൻ്റെ വീട് ഭയങ്കര മെസ്സായിട്ടാണ് എടുക്കണത്. ജസ്റ്റ് ഒന്ന് ഓടിച്ചാണിക്കാം പ്ലക്ക് സപ്പ് 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 സപ്പ്. അപ്പോൾ മെസ്സായിട്ടല്ല ഇപ്പോൾ എടുക്കണം. ഞാനിതൊക്കെ ഒതുക്കാൻ പോവാണ് കേട്ടോ. ഇതൊക്കെ ഒതുക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓൾറെഡി കണ്ടില്ലേ? ഓ നോ, എപ്പോൾ ഒതുക്കി തീരാവോ? ഒതുക്കി തീർന്നിട്ടാണ് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട്. നൗ ഇറ്റ്സ് 11 o'clock. ഞാൻ വീട്ടിലേക്കൊക്കെ വിളിച്ചിരിക്കുകയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ പതുക്കെ കഴിച്ച് എണീറ്റ് പിന്നെ കുറച്ച് ഫോണൊക്കെ നോക്കി വേഗമല്ലാതെ ഞാൻ മടക്കിട്ടോ. എൻ്റെ യൂണിഫോമാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ യൂണിഫോമാണ്. നല്ല കളർഫുള്ളല്ലേ? വളരെ സിമ്പിളായിട്ടുള്ള ടീഷർട്ടുകളാണ്. ഇവിടെ തകർത്തിയിട്ട് നടക്കാം കേട്ടോ. ഞാനപ്പോൾ ചോറുണ്ടാക്കി വെച്ചു. ടൂണ ഫ്രൈ ചെയ്തു. ഇനിയിപ്പോൾ ചിക്കൻ ഡ്രം സ്റ്റിക്ക് മേടിച്ചിട്ടുണ്ട്. നമ്മളിത് വെച്ചിട്ട് ചിക്കൻ ലോലിപ്പോപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കണേ സ്റ്റാർട്ടറിന് വേണ്ടിയിട്ട്. സോ അതുണ്ടാക്കിയിട്ട് കേട്ടോ. ഡാ ഉണ്ട്. ഓ ഇതാണ് കേട്ടോ നമ്മുടെ ധ്രുവക്കുട്ടൻ. പിന്നെ അത് ദീപി ചേച്ചി, അത് ആദിമോൻ, പിന്നെ മനുഷ്യായിട്ട് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഡിയറസ്റ്റ് ഫാമിലിയാണ്. എന്താ പറയുക, ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ ഒരു ഫാമിലി മിസ് ചെയ്യണമെങ്കിൽ ഇവിടെ അടുത്ത് പോയി കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ് കേട്ടോ. അപ്പോൾ ഇവർ ഞങ്ങളുടെ സെയിം സ്ഥലത്ത് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ തൃശ്ശൂർ മാളയിൽ നിന്നാണ് ഇവർ. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ഇവിടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കുറച്ച് നേരം പാർക്കിലൊക്കെ പോയി ഒന്ന് അടിച്ച് പൊളിച്ച് ഞങ്ങൾ കുറച്ച് റൈഡ്സൊക്കെ കയറി
പിന്നെ ചില്ല് ചെയ്യാണ് അവിടെ. നൈസ് വെതറായിരുന്നു. നാട്ടിലെ പോലെയല്ല കേട്ടോ, ഇവിടെ ഒരു കുന്ന് പാർക്കുകളുണ്ട് ഇങ്ങനെ ചുറ്റിലായിട്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് കേട്ടോ ഒരു പട്ടീനെ കാണാനുണ്ട്. പിന്നെ നോക്കി എന്തോരം പോടാ നൈസ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. കരടിക്കുട്ടനെ പോലെ ഉണ്ട് ആൾ. അങ്ങനെ പിന്നെ ഇവരിവിടെ ഇങ്ങനെ ഗെയിംസും ഇങ്ങനെ ചാടിയൊക്കെ കളിച്ച് ഇങ്ങനെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ആദ്യം ചെയ്യണ പോലെ തന്നെ ധ്രുവന് എപ്പോഴും ട്രൈ ചെയ്യണം കേട്ടോ. നൈസാ. അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ കളിച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകും. ശരിക്കോ? നീ സത്യം പറഞ്ഞാൽ മതി. അടിപൊളി. മീൻകറി എങ്ങനെയുണ്ട്? ടൂണയോ? അത് വേണ്ടെന്ന് വെച്ചു. ഇഷ്ടമുള്ള എടുത്തോ പൊന്നെ, ഇഷ്ടമുള്ള എടുത്തോ പൊന്നെ. കൊള്ളാം. ഇനി എന്റെ പൊന്നു പറ. അടിപൊളി കഴിച്ചിട്ടില്ലല്ലോ. കഴിക്കണേക്കാൾ മുന്നേ അടിപൊളി. എരിവില്ലാത്ത കറി കേട്ടോടാ, കാശ്മീരി ആയിട്ടാണ്. നിനക്ക് എടുക്കട്ടെ? ഇല്ല എരിവ് ഒന്നിനും ഇല്ല. ഇരുന്നു പൈസ ഇരുന്നു. അങ്ങനെ ഇതായിട്ട് അവർ പോയി. അപ്പം അവരെ ഞങ്ങൾ ഫ്രണ്ടിൽ കൊണ്ടാക്കിയിട്ട് വീട്ടിൽ വന്ന് കയറിയുള്ളൂ. Now it's 10:30 10:40 അപ്പോൾ അവർ വന്നപ്പോൾ നമുക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കാണിച്ചു തരാം എന്താ കൊണ്ടുവന്നതെന്ന്. അവർ നാട്ടിൽ പോയി വന്നുള്ളൂ. സോ എനിക്ക് ഒരു സെറ്റ് സാരി, അതിന് മാച്ചായിട്ടൊരു ബ്ലൗസ് കണ്ടോ, നൈസല്ലേ. ഹസ്ബൻഡിന് ഒരു മുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം എന്താ പറയുക, ആൾക്ക് ഷർട്ട് എടുത്തിട്ടില്ല. കാരണം അവന് കുറച്ച് പിക്കുലറായിട്ടുള്ള ഒരാളാണ്. അവന് പർട്ടിക്കുലർ സംഭവങ്ങൾ ഇഷ്ടമാകത്തുള്ളൂ. നമ്മൾ എന്ത് മേടിച്ചാലും ചിലപ്പോൾ അത് ഇഷ്ടമാണെന്നില്ല. അതുകൊണ്ട് ദീപിച്ച ഈ വട്ടം ഷർട്ട് മേടിച്ചില്ല. സോ അങ്ങനെയാണ്. വെരി ഹാപ്പി. അപ്പോൾ അവരിതേ പോയി. അവർക്ക് ഇനി വേണം എത്തണം. ഓൾമോസ്റ്റ് ഒരു 35-40 minutes. ഡിപ്പെൻസ് ഓൺ എന്താ പറയുക, ഡിപ്പെൻസ് ആട്ടോ. ചിലപ്പോൾ 30 minute കൊണ്ടൊക്കെ എത്തും. അങ്ങനെ അയ്യോ ഐ ആം റിയലി ടയർഡ്. എൻ്റെ ഫേസ് ഭയങ്കര ടയർഡായിട്ടിരിക്കുന്നല്ലേ, എന്താ സംഭവം എന്നറിയില്ല, ഭയങ്കര ടയർഡാണ്. സോ നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണുന്നവരേക്കും ബൈ, ഗുഡ് നൈറ്റ്.